അതായത് ഭർത്താവ് ഭാര്യ ഒന്നും മാറിപ്പോകരുത്. പാണ്ഡുവിൻ്റെ ഭാര്യയാണ് കുന്തി ദേവി, ധൃതരാഷ്ട്ര ഭാര്യയാണ് ഗാന്ധാരി. ഗാന്ധാരിയുടെ വേറൊരു കഥ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഗാന്ധാരി വിവാഹത്തിന് മുമ്പ് സൂര്യഭഗവാനോട് വെറുതെ ഒരു വരം ചോദിക്കുകയാണ്. ഗാന്ധാരിക്ക് ഒരു വരം കിട്ടുകയാണ്, ഒരു കുഞ്ഞുങ്ങളെ പിന്നെ ആരെയാണോ കണ്ട് ഇഷ്ടപ്പെടുന്നത് അവരിൽ നിന്നൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കാം എന്നുള്ളൊരു വരം കിട്ടുകയാണ് നമ്മുടെ ഗാന്ധാരിക്ക്. അപ്പോൾ ഗാന്ധാരി അത് പരീക്ഷിച്ചത് നമ്മുടെ സൂര്യഭഗവാനെയാണ്. സൂര്യഭഗവാൻ അങ്ങനെ പരീക്ഷണത്തിൽ അങ്ങനെ ഗാന്ധാരി പ്രസവിച്ച കുഞ്ഞാണ് കർണൻ. ഓക്കെ, പ്രസവിച്ചതിന് ശേഷമാണ് എന്ത് മനസ്സിലായത്, കർണൻ പ്രസവിച്ചതിന് ശേഷം ഗാന്ധാരി വിവാഹത്തിന് മുമ്പുണ്ടായത് കുഞ്ഞിനെ അങ്ങനെ ഒരു പുറത്തേക്ക് പറയാനൊരു മടി, ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു നാണക്കേട് പോലെ തോന്നിയിട്ടാണ് ആ കുട്ടിയെ പുഴയിൽ ഒഴുക്കുകയാണ് ഗാന്ധാരി ചെയ്യുന്നത്. ആ പുഴയിൽ ആ കുട്ടി ഒഴുകിപ്പോയി ഒരു സൂത കുടുംബത്തിലാണ്. സൂത കുടുംബം അതായത് കുതിരനെ നോക്കുന്ന ആളുകളെ പറയുന്നതാണ് സൂത കുടുംബം. ആ കുടുംബത്തിലേക്ക് കുതിര നോക്കുന്ന ഒരാളെ ലയം എന്ന് പറയാം കേട്ടോ, ലയത്തിൽ പോയി ചേരുന്നതും അയാൾ ആ കുഞ്ഞിനെ പുഴയിൽ നിന്നെടുത്ത് വളർത്തുന്നതും അങ്ങനെയാണ് കർണൻ. കർണൻ ക്ഷത്രിയനാണെങ്കിലും കർണൻ വളരുന്നത് ഒരു കുതിരക്കാരൻ്റെ കൂടെ ആയതുകൊണ്ട് കർണന് അതിൻ്റേതായ റെസ്ട്രിക്ഷൻസും അതിൻ്റേതായ എന്തൊക്കെയോ ഒരു ഇറിറ്റേഷനൊക്കെ കർണനുണ്ട് ഓൾറെഡി. ഓക്കെ, ദെൻ അതാണ്. അപ്പോൾ ധൃതരാഷ്ട്രരുടെ ഗാന്ധാരിയുടെ കുട്ടിയാണ് കർണൻ. അല്ലാതെ ധൃതരാഷ്ട്രരുടെ കുട്ടികളായിട്ട് ജനിക്കുന്ന, അതായത് ഗാന്ധാരി പ്രസവിക്കുന്ന 101 ആൾക്കാരുണ്ട്. അതിലെ മൂത്ത ആളാണ് ദുര്യോധനൻ. അവർ ഫുൾ നെയിമും നമുക്കിവിടെ പരാമർശിക്കുന്നില്ല. ആ 101 കുട്ടികൾ, 101 കുഞ്ഞുങ്ങളെയാണ് നമ്മുടെ ഗാന്ധാരി പ്രസവിക്കുന്നത്. ദുര്യോധനനാണ് അതിൻ്റെ ആള്. നെക്സ്റ്റ് മിസ് വേണമെങ്കിൽ ആ കഥയൊന്ന് വായിച്ചുതരാം, ഒന്നും കൂടി വായിച്ചു. ഇതിൽ പറയുന്നുണ്ട്, ആ കഥ കറക്റ്റായിട്ട് നിങ്ങളെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. An epics is a heroic poem with a long narrative and serious subject matter. ഇതൊരു ലോങ് നറേറ്റീവ് മാറ്ററാണ്, സീരിയസ് സബ്ജക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കഥയാണ് നമ്മുടെ മഹാഭാരത. ദ സ്റ്റോറി ഓഫ് മഹാഭാരത ആൻഡ് ദ വാർ ഓഫ് മഹാഭാരത. Okay, it is a collection of series of events but has at least one major happening that determines the facts that humanity at large, and epics are often national, universal significance and deal with various. Okay, ഇതിൽ പറയുന്നത് കേട്ടോ, യൂണിവേഴ്സൽ സിഗ്നിഫിക്കൻസ് ആൻഡ് ഡീൽ വിത്ത് ദ വാരിയേഴ്സ്. യൂണിവേഴ്സൽ സിഗ്നിഫിക്കൻസ് അതായത് നമ്മുടെ മൊത്തത്തിൽ ലോകത്ത് തന്നെയുള്ള ഒരു പ്രാധാന്യം. കാരണം വാരിയേഴ്സ് ആണ് നമ്മളെ മീൻസ് കൗരവരെയാണ് ഇവരെ വാരിയേഴ്സ് ഉദ്ദേശിക്കുന്നത്. അതായത് കൗരവപ്പട, അതായത് പട്ടാളം അല്ലെങ്കിൽ സേന എന്നൊക്കെ പറയും നമ്മൾ. സേന ഇതിൽ പറയുന്നത് deals barriers and it's setting the epics usually grand involves the superhuman actions. അതായത് വിചാരിക്കാത്ത രീതിയിലുള്ള എന്താ പറയുക, അത്രക്കും വിചാരിക്കാത്ത രീതിയിലുള്ള പല ആക്ഷൻസും, അതായത് വാരിയേഴ്സിൻ്റെ യുദ്ധങ്ങളും അങ്ങനെ കാര്യങ്ങളും ആക്ഷൻസൊക്കെ ഡെപ്പിക്സ് ഇൻ ദിസ് ലൈഫ് സീൻസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് മീൻസ് അതിൻ്റെ ആ ഒരു പരാമർശങ്ങളും കാര്യങ്ങളെല്ലാം വാരിയേഴ്സുമായി റിലേറ്റഡ് ആണ്. വാരിയേഴ്സ് എന്ന് പറയുന്നത് കൗരവരെയാണ്. Then it's journeys of wide ranging and space of also that cast of characters. This is a most epics is their oral of written and west of east, and epics to have common features of as well as examine the next. അപ്പോൾ ഇതിലുള്ള വേർഡ്സ് ഒന്നും കൂടുതൽ എങ്ങനെ പറഞ്ഞാലും കൂടുതൽ കൺഫ്യൂഷൻ ആവുക. അതുകൊണ്ടാണ് മിസ് നേരത്തെ തന്നെ മലയാളത്തിൽ ജസ്റ്റ് ആ കഥ നിങ്ങൾക്ക് തന്നത്. ഓക്കെ, ഇത് നറേറ്റർ. ഇതിൻ്റെ നറേറ്റർ എന്ന് പറയുന്നത്, ഇത് എഴുതിയത് നമ്മൾ പറയാം വ്യാസനാണല്ലോ. വ്യാസ മഹാഭാരത റിട്ടൺ ബൈ വ്യാസ എന്നാണ്. ഇതൊരു എപ്പിക്സ് ആണ്, എഴുതിയത് വ്യാസയാണ് നമുക്കറിയാം. പക്ഷെ ഇത് നറേറ്റർ എന്ന് പറയാൻ, അതായത് ഇതിന് സൂത്രധാരൻ എന്നാണ് മലയാളത്തിലെ നറേറ്റർ. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണല്ലോ ഇതിൻ്റെ നറേറ്റർ, അതായത് സൂത്രധാരൻ. അത് പറയപ്പെടുന്നത് 3 ആളുകളെ പേരുകളാണ് ഇതിൽ പറയപ്പെടുന്ന നറേറ്റേഴ്സ്. അതിൻ്റെ പേരൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ ബൈഹാർട്ട് തന്നെ പഠിച്ചു വെക്കണം. അതിൻ്റെ പേരാണ് ഉഗ്രസവ. ഒന്നാമത്തെ ആൾ നറേറ്റേഴ്സ് ആണ്. അതായത് മഹാഭാരത റിട്ടേൺ ചെയ്യുമ്പോൾ അതിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നറേറ്റേഴ്സിലെ ഒരാളെ പേര് ഉഗ്രസവ.
then Vaishampayana, next is third is Sanjaya. The first one is Ugrasava, second one is Vaishampayana, third one is Sanjaya. Okay, ഈ മൂന്നാണ്. ഇതിൽ പറയുന്നത് നറേറ്റേഴ്സ് ഇതേപോലെ തന്നെയാണ്. എപ്പിസോഡ് ഇറ്റ്സ് നേച്ചർ. It's a theme that question is related in general truth and could open the debate of war and justice. It's a debate of war and justice. അതായത് ഈ യുദ്ധം മിസ് മലയാളത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു തന്നത്, കാരണം നിങ്ങൾക്ക് ഇത് ഫോളോ അപ്പ് ആയി വരണില്ല. എന്താണ്, ആരാണ് തമ്മിലാണ് യുദ്ധം, ഇവരാരാണെന്നാണ് മിസ് ഫസ്റ്റ് മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞത്. അത് തന്നെയാണ് ഇതിൽ ഇംഗ്ലീഷിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ തീം ഓഫ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് related into the general truth and could open the debate on war of justice. നീതിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് മഹാഭാരത. നീതിയിലെ വാർ ഓഫ് ജസ്റ്റിസ് ആണ്. കാരണം നീതി ഇതിലുണ്ട്. ഇത് മുന്നോട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് ഈ യുദ്ധം നമ്മൾ ഈ ടെക്സ്റ്റ് വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ ജസ്റ്റിസ് ആരുടെ ഭാഗത്താണ്. എന്തായാലും ഒരു വാർ നടക്കുമ്പോൾ അതിലൊരു കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു ഭാഗം ഉണ്ടാവും. അതായത് ജസ്റ്റിസ് ഉള്ള ഒരു വിഭാഗം, രണ്ട് ഭാഗമാണ് യുദ്ധം ഉണ്ടാവുക. അതിൽ ജസ്റ്റിസ് ഉള്ള ഭാഗമാണ് ജയിക്കുക. അപ്പോൾ ഇതിൽ പറയുന്നത് ഇറ്റ് ഈസ് എ വാർ ഓഫ് ജസ്റ്റിസ് ആൻഡ് ബോത്ത് ഓഫ് ഇമ്പോർട്ടൻറ്റ് തീംസ് ആൻഡ് എപ്പിക്സ്. ഇതിന് എപ്പിക്സ് നേച്ചർ എന്ന് വേറെ കൊടുത്തിട്ടുണ്ട്. അതായത് എപ്പിസോഡ് ഇൻ നേച്ചർ എന്നാണ് വേറെ കണ്ടന്റ്. ഇതിൽ നെക്സ്റ്റ് പാരഗ്രാഫാണ് മിസ് വായിക്കുന്നത്. An epics have several episodes is connected to the other but each on beginning on ending, and these episodes have bearing the another. They are logically complete in themselves. This is an essential quality of an epic. അതായത് ലോജിക്കലി റിലേറ്റഡ് ആണ്. ഓരോരോ സംഭവങ്ങളും ലോജിക്കലി റിലേറ്റഡ് ആണ്. അതാണ് ഈ എപ്പിക്സിൻ്റെ ഒരു നേച്ചർ, അല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൽ പറയുന്നത് ദ സ്റ്റൈൽ ഓഫ് എൻ എപ്പിക്സ് എ ഫോമൽ ആൻഡ് which means narration must both of grand of scope and expression. The epic would reject ordinary speech in favor of ordinary loud language. അപ്പം മിസ് ഈ വായിക്കുന്നത് കറക്റ്റ് നമ്മൾ അറിയാത്ത കുറേ വേർഡ്സും കുറേ കാര്യങ്ങളും റിലേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട. ദെൻ നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ദി എപ്പിക്സ് ഹാവ് ഹീറോ, ദാറ്റ്സ് എക്സ്ട്രാ ഓർഡിനറി ഹീറോ. ഇതിലൊരു എക്സ്ട്രാ ഓർഡിനറി എന്നാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള കൂടുതലൊരു സവിശേഷ ക്യാരക്ടറുള്ള ഹീറോസിനെയാണ് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി. അങ്ങനെ ഹീറോസ് ഇതിലുണ്ടല്ലോ, മിസ് പറഞ്ഞല്ലോ നേരത്തെ. യുധിഷ്ഠിര ഇറ്റ്സ് എൻ ഹീറോ, അനദർ ഹീറോ ഇസ് ദാറ്റ് ദുര്യോധനൻ, ദെൻ അർജുനൻ, ഭീമൻ, സഹദേവൻ, നകുലൻ. സോ മെനി ഹീറോസ് ഇൻ ദിസ് സ്റ്റോറി. ഓക്കെ, ദെൻ മഹാഭാരത സ്റ്റോറി. Then next ഇതിൽ പറയും these heroic characters able to draw the strength and knowledge from gods who play the important in their lives. അതായത് ഹീറോസ്, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഹീറോസിന് ഗോഡിൻ്റെ പല the heroic characters able to draw the strength and knowledge from the gods who play the important role in their lives. അവർ ജീവിതത്തിൽ തന്നെ അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കുമ്പോൾ അവർക്ക് ഗോഡിൻ്റെ ഒരു സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്. ഇതിൽ പറയുന്നുണ്ടല്ലോ, നേരത്തെ തന്നെ ഇതിൽ പറഞ്ഞ ഗോഡിൻ്റെ ഒരു സംഭവം. നേരത്തെ ഗാന്ധാരി ഗോഡിനോട് പറഞ്ഞു ഇവർക്ക് വരം കിട്ടുന്നു, ശാപം കിട്ടുന്നു. അങ്ങനെ ഗോഡുമായിട്ട് റിലേറ്റഡ് ആണ്. അത് ചില ആൾക്കാർക്ക് മനസ്സിലാവും, ഇപ്പോഴത്തെ ജനറേഷന് മനസ്സിലാവുമെന്ന് അറിയില്ല. ഗോഡിനോട് ശാപം കിട്ടുന്ന സംഭവങ്ങളുണ്ട്. അതായത് നിങ്ങൾ നശിച്ചുകൂടെ, അങ്ങനെ ചെയ്യട്ടെ. അതായത് ഇതിൽ ഗാന്ധാരിക്കാണ് ഇതിൽ പറയുന്ന ഒരു ഇത് കിട്ടുന്നത്. ദൈവം ഒരു അശരീരിയാണ്, നിനക്ക് ഇഷ്ടമുള്ള പുത്രനെ, ഏത് ദേവന്മാരിൽ നിന്നാണ് നിനക്ക് ഇഷ്ടമുള്ളൊരു പുത്രനെ ഗർഭം ധരിക്കാന്ന്. അപ്പം തന്നെ ടെസ്റ്റ് ചെയ്യാണ് ഗാന്ധാരി. അപ്പോഴാണ് നേരെ സൂര്യന് പടിഞ്ഞാറ് അസ്തമിക്കാനായി സൂര്യനെ കാണുന്നതും സൂര്യഭഗവാനോട് എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഗർഭം ധരിക്കുകയും പിന്നെ അവർ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് എ കർണ ഈസ് എ അനദർ ഹീറോ ആൻഡ് ദാറ്റ്സ് ദർ ആർ participants, the agents of these characters works out the minds of different perspectives and decision as well as acts of them. ഓരോരുത്തർക്ക് ഓരോ വീക്ഷണങ്ങളാണെന്നാണ് പറയുന്നത്. ഓക്കെ.